അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. റാഹേലിന് സൗന്ദര്യമുണ്ട്. യാക്കോബിൻ്റെ സ്നേഹവാത്സല്യം റാഹേലിന് ധാരാളം ലഭിക്കുന്നുണ്ട്. യാക്കോബ് റാഹേലിനെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും മനസ്സിന് ഒരു സുഖവുമില്ല. ലേയ എന്ന തൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഓടി നടക്കുമ്പോൾ റാഹേലിന് വളരെ ദുഃഖമായിരുന്നു. ഭർത്താവിനോട് എനിക്ക് മക്കളെ തരയണമെന്ന് പറഞ്ഞ് റാഹേൽ സങ്കടപ്പെടുന്നുണ്ട്. മക്കളെ തന്നില്ല എങ്കിൽ ഞാൻ മനോപ്രയാസം കൊണ്ട് മരിച്ചു പോകുമെന്നാണ് റാഹേൽ തൻ്റെ ഭർത്താവായ യാക്കോബിനോട് പറയുന്നത്. തൻ്റെ ഭർത്താവിന് ആ വാക്ക് കേട്ടപ്പോൾ ദേഷ്യം വന്നു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്നത് ഞാനല്ല, ദൈവമാണ് എന്ന് റാഹേലിനോട് യാക്കോബ് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. റാഹേലിന് ഒരു കാര്യം മനസ്സിലായി. യാക്കോബിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, യഹോവയാണ് ഗർഭം തരുന്നത്. അതിനാൽ യഹോവയോട് തന്നെ അവൾ നിലവിളിച്ചു. നാം നമ്മുടെ സങ്കടം ആരോട് പറഞ്ഞാലും അവർ ദേഷ്യപ്പെടും. മനഃപൂർവ്വമല്ല, നമ്മെ സഹായിക്കുവാൻ അവർക്ക് കഴിവില്ലാത്തത് മൂലമാണ് നമ്മെ സഹായിക്കാത്തതെന്ന് പറയുവാൻ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. യാക്കോബിന് കാര്യം തുറന്നു പറയുവാൻ മടിയില്ലായിരുന്നു. ദേഷ്യത്തോടെയാണെങ്കിലും അവൻ പറയുകയാണ്, നിനക്ക് ഗർഭം തരാത്തത് യഹോവയാണെന്ന്. അത് കേട്ടതുകൊണ്ടായിരിക്കാം അവൾ യാക്കോബിനോട് പരാതി പറയുന്നത് നിർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കുവാൻ തുടങ്ങി. നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് ചെവി കൊടുക്കുന്നവനും അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നവനുമായ കർത്താവ് റാഹേലിനെ ഓർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ആരോടൊക്കെ നിലവിളിച്ചാലും അവർ കേൾക്കാത്ത മട്ടിൽ പോയെന്നിരിക്കും. എന്നാൽ ദൈവത്തോട് നാം നിലവിളിക്കുക. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തന്നിരിക്കും. എത്രമാത്രം വലിയ താഴിട്ട് പൂട്ടിയ ഡോറാണെങ്കിലും നമുക്ക് വേണ്ടി ആ വാതിൽ തുറപ്പിക്കും. പക്ഷെ അവൻ്റെ സന്തതി എന്ന പദവി നാം നഷ്ടപ്പെടുത്തരുത്. ദൈവം ഒരു വ്യക്തിയെ ഓർത്താൽ ഒരു അത്ഭുതം നിശ്ചയമായും ദൈവം നടത്തും. ഇവിടെ റാഹേലിൽ ഓർത്തപ്പോൾ അടഞ്ഞ അവരുടെ ഗർഭം തുറക്കപ്പെട്ടു. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാനോ, ദൈവം ഒരു വാതിൽ അടച്ചാൽ അത് തുറക്കുവാനോ ആർക്കും കഴിയുകയില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഫിലദൽഫിയയിലെ സഭയ്ക്ക് ഒരു വാതിൽ തുറന്നു വയ്ക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് ശക്തിയില്ലാത്ത സഭയാണെങ്കിലും യേശുവിൻ്റെ വചനം അവർ കാത്തു എന്നതാണ്. വചനം കാത്തു എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ചു എന്നാണ് അർത്ഥം. യേശു പറഞ്ഞു, എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഫിലദൽഫിയയിലെ സഭ ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു എന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച ക്രിസ്തുവിനെ തടഞ്ഞു വയ്ക്കുവാൻ റോമാ ഗവൺമെൻറ്റിൻ്റെ വലിയ കല്ലിനോ അതിലിട്ടിരുന്ന ഇമ്പീരിയൽ മുദ്രയ്ക്കോ കഴിഞ്ഞില്ല. യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, വചനം അനുസരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്കൊരു ദോഷവും വരികയില്ല എന്ന് സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഒരു വാതിൽ കർത്താവ് തുറക്കുക തന്നെ ചെയ്യും. റാഹേലിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ കർത്താവ് നമ്മെ ഓർക്കുന്നവനാണ്. അവൻ ഓർക്കുകയും വിടുവിക്കുകയും ചെയ്യും നിശ്ചയം. ആയതിനാൽ അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. അവൻ നമ്മോട് കരുണ കാണിക്കുവോളം അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം.
കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.